ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ കഴിക്കുന്നു എന്നൊക്കെ ഒരു കുട്ടി വ്ളോഗാണ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു വർക്കില്ലാത്ത ഒരു ദിവസമാണ്. ഒരു കുട്ടി ചെറിയ വർക്കുകൾ മാത്രമേ ഉള്ളൂ. കുറച്ച് ഇമെയിൽസ് ചെക്ക് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അത് നമുക്ക് മോർണിംഗ് തന്നെ നമുക്ക് തീർക്കണം. അപ്പോൾ രാവിലെ എണീറ്റു ഫസ്റ്റ് ചെയ്യുന്നത് തന്നെ ആദ്യം നമ്മൾ വെള്ളം കുടിക്കും, പിന്നെ പ്രാർത്ഥിച്ചിട്ടാണ് എണീക്കാറ്. അത് എന്നും ചെയ്യണ ഒരു കാര്യം തന്നെയാണ്. എന്നിട്ട് എണീറ്റു ആദ്യം തന്നെ കർട്ടൻസൊക്കെ ഓപ്പൺ ആക്കി ഇടുമ്പോഴത്തേക്കും നല്ല വെളിച്ചമൊക്കെ കിട്ടുമ്പോൾ നല്ല പോസിറ്റീവ് വൈബായിരിക്കും. എന്നും വിചാരിക്കും മോർണിംഗ് നടക്കാനൊക്കെ പോകണമെന്ന്, പക്ഷെ അതിതുവരെ സ്റ്റാർട്ടായിട്ടില്ല. പോകണം. അപ്പോൾ അതിന് മുമ്പേ പോയില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് വെളിയിലൊക്കെ ഒന്ന് നോക്കിയൊക്കെ ഇരുന്ന് കുറച്ചൊന്ന് ജസ്റ്റ് ചില്ല് ചെയ്തിട്ടൊക്കെ ഞാൻ അടുത്ത പരിപാടിയിലേക്കൊക്കെ കടക്കുകയുള്ളൂ. രാവിലെ നല്ലപോലെ വെയിലൊക്കെ കൊള്ളുന്നത് നല്ലതാണ്. അതായത് നമ്മൾ 8 മണിക്ക് മുമ്പുള്ള വെയിലൊക്കെ കൊള്ളുന്നത് നല്ലതാണ്. അപ്പം അതിതുവരെയും സാധിച്ചിട്ടില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് ആ വിൻഡോയിൻ്റെ അവിടെ നിന്നെങ്കിലും നമുക്ക് കുറച്ച് വെയിലെങ്കിലും കൊള്ളാം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ബെഡൊക്കെ ഇനി ഒന്ന് സെറ്റ് ചെയ്തൊന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വരാം. ഇത് ജസ്റ്റ് ഞാൻ ആ ആംഗിൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ക്യാമറയുണ്ട്, മിററുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കുറച്ച് ജസ്റ്റ് ഒരു 2-3 സ്റ്റെപ്സ് ഒക്കെ ഇട്ടതാണ്. വലിയ ഡാൻസ് ഒന്നും കളിക്കാൻ അറിയത്തില്ല, പക്ഷെ എന്നാലും അത് കണ്ടപ്പോൾ ഒരു വൈബ് തോന്നി. അപ്പോൾ അങ്ങനെ ചെയ്തതാണ്, ജസ്റ്റ് ചുമ്മാ. പിന്നെ വേറൊരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. നമ്മൾ രാവിലെ എണ്ണീറ്റ് നമ്മൾ ചിരിച്ച് നല്ല പോസിറ്റീവായിട്ട് നമ്മൾ എണ്ണീറ്റ് കഴിഞ്ഞാൽ എല്ലാം ആ ഒരു ഡേ കിട്ടിലുമായിരിക്കും. അതെനിക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റീവായിരിക്കണ ഒരു സാധനമാണ്. അപ്പം എപ്പോഴും പോസിറ്റീവായിട്ട് ചിരിച്ചുകൊണ്ട് എണ്ണീറ്റ് കഴിഞ്ഞാൽ കിട്ടിലായിരിക്കും. അപ്പോൾ എന്നും ഞാൻ അങ്ങനെ തന്നെയാണ് എണ്ണിക്കണേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്കിൻ കെയർ എന്ന് പറയാനായിട്ട് വലുതായിട്ടൊന്നുമില്ല, ജസ്റ്റ് ക്രീം തേക്കുക, അത്രയൊക്കെ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ വ്ളോഗിലും പറഞ്ഞിരുന്നു എനിക്ക് അങ്ങനെ വലിയ സ്കിൻ കെയർ എന്ന് പറയുന്ന സാധനങ്ങളൊന്നുമില്ല. അപ്പം ജസ്റ്റ് സ്കിൻ കെയറൊക്കെ ഒന്ന് കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് നേരെ നമുക്ക് കിച്ചണിലേക്ക് പോയി ജസ്റ്റ് ഒരു ഗ്രീൻ ടീ ഇട്ട് കുടിക്കാം. അതെൻ്റെ ഒരു ഡെയിലി ഞാൻ കുടിക്കുന്ന ഒരു സംഭവമാണ് ഗ്രീൻ ടീ. അതും നല്ലയിടത്തുനിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കിടിലമാണ്. ഗ്രീൻ ടീ ഹെൽത്തിനും അതേപോലെ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ നല്ല കിടിലമാണ്. നമ്മൾ ഈ ടീക്കൊക്കെ പകരം ഈ ഗ്രീൻ ടീ കുടിച്ചാൽ മതി. അപ്പം അതാണ് രാവിലെ നമ്മൾ കുടിക്കുന്നത്. പിന്നെ ഗ്രീൻ ടീ എടുത്തുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് അത് ജസ്റ്റ് ഒന്ന് കുടിച്ച് തീർത്തിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോവാം. അതിന് മുമ്പ് എനിക്ക് കുറച്ച് വർക്കുണ്ടെന്ന് പറഞ്ഞില്ലേ, കുറച്ച് ഇമെയിൽസും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു ലാപ്ടോപ്പിൽ. അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണേ. നമ്മൾ പിന്നെ ഈ ഒരു ഗ്രീൻ ടീയിൽ ആ ഒരു കപ്പ് കുടിച്ചു കഴിഞ്ഞാൽ അത് റീഫില്ല് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 3-4 കപ്പെങ്കിലും നമുക്കത് വെള്ളം ഇങ്ങനെ ചൂടാക്കി കുടിച്ചുകൊണ്ടേ ഇരിക്കാം. അതിനുശേഷം നമുക്ക് ആ ഒരു ടീ ഇത് മാറ്റിയാൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ ഞാൻ രണ്ടാമത്തെ നമ്മൾ ഫില്ല് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഓട്സ് ഞാൻ കഴിക്കാറുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതേപോലെ ഞാൻ ഒന്ന് ട്രൈ ചെയ്യാറുണ്ട്. അതേ നമ്മൾ ദോശ ചുട്ടിട്ട് അതിൻ്റെ മുകളിൽ പൊടിയുണ്ടല്ലോ, ദോശപ്പൊടി, ആ ദോശപ്പൊടിയും ഇട്ട് പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് ആക്ച്വലി പഞ്ചസാരയാണ് ഇഷ്ടം, പക്ഷേ നമ്മൾ പഞ്ചസാര കുറച്ച് ഒഴിവാക്കുന്നത് കൊണ്ടിട്ട്
ഈ നെയ്യും ആഡ് ചെയ്യണം. നമ്മൾ ഹണിയാണ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണത്. അതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. ഈ പിള്ളേർക്കായിരുന്നാലും ഒക്കെ കഴിക്കാനായിട്ട് കൊടുക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇത് ജസ്റ്റ് ക്രിസ്പിയും ആയിരിക്കും, നല്ല ടേസ്റ്റി ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് കഴിച്ചും തീർക്കാം. അതിൻ്റെ കൂടെ പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ സൈഡ് ഡിഷൊന്നും വേണമെന്നില്ല, പെട്ടെന്ന് കഴിച്ച് തീർക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്. ഇത് നിങ്ങൾ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. അതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗ് എടുക്കാനായിട്ട് ഞാൻ വിട്ടുപോയതാണ്. ആക്ച്വലി ഞാനത് റെക്കോർഡ് ചെയ്തു എന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് അപ്പോൾ വീക്ക്ലി നമുക്ക് വൺസ് വെള്ളം ക്യാൻ ചേഞ്ച് ചെയ്യാനായിട്ട് വരും. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുവാണ്. നമുക്ക് പിന്നെ ഇവിടെ ബാൽക്കണി ഇല്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ പ്ലാന്റ്സ് ഒന്നും അധികം വെക്കാറില്ല. ആർട്ടിഫിഷ്യൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വെക്കാനായിട്ട് പറ്റും. അല്ലാതെ ഉള്ള ചെടികളൊക്കെ വെച്ച് നമുക്ക് പിടിപ്പിക്കാൻ ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ കരിഞ്ഞും വാടിയൊക്കെ പോകും. അപ്പം ഞാൻ ഈ ഒരു പ്ലാന്റ് മാത്രമേ വെക്കണുള്ളൂ. ഇത് നമുക്ക് വീട്ടിൽ തന്നെ മീൻസ് അകത്തിരുന്നാലും വലിയ വാട്ടമൊന്നും വരില്ല. ജസ്റ്റ് ആ ഒരു സൺലൈറ്റ് ഇങ്ങനെ അടിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അപ്പം നമ്മൾ ജസ്റ്റ് അതിനെയൊക്കെ ഒന്ന് കെയർ ചെയ്ത്, പിന്നെ ഞാൻ ലൈറ്റ് ഇടാത്ത കാരണം ഈ സൺലൈറ്റ് ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്കും ഈ ഒരു ഹോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം അത് ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ലൈറ്റ് ഇടാഞ്ഞത്. നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പം അതിനുശേഷം നമുക്കിനി കുക്ക് ചെയ്യാനായിട്ട് പോകണം, ലഞ്ച്. അപ്പോൾ അതിന് മുമ്പേ ഞാൻ സാധാരണ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് മ്യൂസിക്കൊക്കെ കേട്ട് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ഈസി ആയിരിക്കാം. ഭയങ്കര ചില്ലായിട്ടാണ് ഞാൻ ആ പാട്ട് കേട്ടുകൊണ്ട് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു വൈബായിരിക്കും. ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് പാവയ്ക്ക മെഴുക്കുവരട്ടിയും അതേപോലെ അവിയലും ബീഫ് വറുത്തതുമാണ്. അപ്പം നമുക്കതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. പാവയ്ക്ക് എനിക്കിങ്ങനെ കട്ടിംഗ് ബോർഡിലല്ലാതെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ കയ്യോറെ ഇട്ടിട്ട് ചെയ്യണതാണ് എനിക്ക് കുറച്ചും കൂടി ഈസി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാം. അതിൻ്റെ അമ്മച്ചി എന്നെ ആദ്യം പഠിപ്പിച്ചു. എന്നെ ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ അമ്മച്ചി പറയുമായിരുന്നു, എന്തെങ്കിലും കുറച്ച് ജോലിയൊക്കെ പഠിച്ചിരുന്നോ എന്നൊക്കെ പറയാം. അപ്പം അങ്ങനെ ഞാൻ പഠിച്ചതാണ്. എൻ്റെ അമ്മച്ചി എന്നെ പഠിപ്പിച്ചതാണ് ഈ പാവയ്ക്ക് ഇങ്ങനെ അരിഞ്ഞ് പെട്ടെന്ന് എടുക്കുക എന്നുള്ളത്. നമ്മൾ കട്ടിംഗ് ബോർഡിലാകുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്, കുറച്ച് കട്ടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. അപ്പം ഞാൻ എൻ്റെ കൈ കൊണ്ട് അരിയുമ്പോഴത്തേക്കും കുറച്ച് തിന്നായിട്ട് സ്ലൈസായിട്ട് എനിക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഞാൻ കൈ കൊണ്ടാണ് അരിഞ്ഞെടുക്കുന്നത്. ഇത് ഞാൻ ചെയ്യുന്ന പ്രോസസ്സ് ഞാൻ പറയാം. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് തേങ്ങയും തേങ്ങാക്കൊത്ത് ഈ പാവയ്ക്കയുടെ കൂടെ ആഡ് ചെയ്ത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തേങ്ങാക്കൊത്തും അതേപോലെ പച്ചമുളകും ഞാൻ ആഡ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തത് നമ്മൾ അവിയലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കുകയാണ്. അതായത് നമ്മൾ സാധാരണ അവിയൽ ഉണ്ടാക്കുന്നത് പിന്നെ ആർക്കും പറയേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് അതിനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് വെക്കാം. ജസ്റ്റ് ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങൾ കഴിച്ചു പോകുന്നതും ഒരു നല്ലതാണല്ലോ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ക്യാരറ്റൊക്കെ എടുത്ത് കഴിച്ചതാണ്. അപ്പോൾ അത് ആ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കഴുകി ഇനി നമുക്കതൊന്ന് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നമുക്കത് വേവിക്കാനായിട്ട് വെക്കാം. ഇതാ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ തേങ്ങയൊന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങയ്ക്കകത്ത് ഞാൻ ജസ്റ്റ് ഒരു വെളുത്തുള്ളി ആഡ് ചെയ്തിട്ടുണ്ട്, പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്, അതേപോലെ കറി ലീവ്സും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അവിയൽ അവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തത് ബീഫ് ഞാനിങ്ങനെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും കുറച്ച് പോർഷൻ ഞാൻ കറി വെച്ച്
കഴിഞ്ഞിരുന്നു. അടുത്ത കുറച്ച് പോർഷൻ നമ്മളിങ്ങനെ വേവിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് നമ്മളൊന്ന് വേവിച്ച് ജസ്റ്റ് ഒന്ന് ഫ്രീസ് ചെയ്ത് പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്ത് കുറച്ച് നമുക്ക് വറക്കാം. അപ്പോൾ അതാ അടുത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നമ്മളൊന്ന് ഇങ്ങനെ ഇടിച്ചൊന്ന് സെറ്റാക്കാൻ പോവുക. നമ്മൾ കുറച്ചുകൂടി ഗ്രൈൻഡ് ചെയ്ത് എടുക്കുന്നതിനേക്കാളും ഇങ്ങനെ ഇടിച്ച് ചതയ്ക്കുന്നതിന് കുറച്ച് ടേസ്റ്റ് കൂടും. ഇടികല്ലുണ്ട്, പക്ഷേ എനിക്ക് അതിനേക്കാളും കുറച്ചുകൂടി കംഫർട്ട് ഇങ്ങനെ എടുത്ത് നമ്മുടെ മറ്റേ ബോട്ടിലിട്ട് ഇങ്ങനെ ചതയ്ക്കുന്നതാണ് എനിക്ക് കുറച്ചുകൂടി ഈസി. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചതഞ്ഞാൽ മാത്രം മതി. അപ്പം ഞാൻ അതിലേക്ക് ബീഫിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ചത് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ കുരുമുളക് പൊടി ആഡ് ചെയ്യും, അതേപോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി, ഇത് ഇത്രയും നമ്മൾ ആഡ് ചെയ്ത് ജസ്റ്റ് അതിൻ്റെ പുറത്തുകൂടി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് വറക്കാൻ വെക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനായിട്ടുണ്ട്. ജീരകം ആഡ് ചെയ്താൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ ഒരു ഫ്ലേവറേ മാറിപ്പോവും ആ ഒരു ജീരകം ആഡ് ചെയ്യുമ്പോഴത്തേക്കും. ജീരകം ആഡ് ചെയ്യണം. ഞാനത് ആഡ് ചെയ്യാൻ മിസ്സായി പോയതാണേ. പിന്നെ അവിയലിൽ കുറച്ച് വെളിച്ചെണ്ണ അവസാനം ഒഴിക്കുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെല്ലാം ഒഴിച്ചൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാവയ്ക്ക വറക്കാനായിട്ട് പോവാണ്. ഞാൻ പറഞ്ഞില്ല പ്രോസസ്സ് പറയാനേ. എൻ്റെ വീട്ടിലൊക്കെ ചെയ്യുന്നത് ഇതെൻ്റെ മമ്മിയുടെ നിന്നാണ് ഞാൻ പഠിച്ചത്. ഇത് നമ്മൾ ചെയ്യുന്നത് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഉപ്പ് മാത്രം വെച്ച് നമ്മൾ ഒന്ന് സെറ്റ് ആവാനായിട്ട് വെച്ചില്ലേ, അപ്പോഴത്തേനും നമുക്കൊരു ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് വെള്ളമൊക്കെ ഒന്ന് ഊറി വരും. അപ്പോഴത്തേനും നമുക്കതൊന്ന് പിഴിയാനായിട്ട് എളുപ്പമായിരിക്കും ആ പാവയ്ക്ക. അപ്പം ഞാനിങ്ങനെ പിഴിഞ്ഞ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് കയ്പും കുറേയും ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ അതിൻ്റെ കൂടെ തേങ്ങാക്കൊത്തും പച്ചമുളകും ആഡ് ചെയ്യണം. ഇത് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. മറ്റേത് കുറച്ചും കൂടി കയ്പാണ്, അയൺ കണ്ടൻറ്റ് ഉണ്ട് എനിക്കറിയാം, അത് നമ്മൾ കളയുമ്പോഴത്തേക്കും അത് പോകുമെന്ന് പറയാം. പക്ഷേ ഇത് കുറച്ചുകൂടി ടേസ്റ്റി ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അടുത്തത് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് ബീഫ് നമ്മൾ വറുക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ ഇടുക. ഞാൻ കറിവേപ്പില അതിൻ്റെ കൂടെ ഞാൻ മിക്സ് ചെയ്യാൻ നേരം ഇട്ടില്ല. ഞാനിത് നമ്മൾ ഈ വറുക്കാനായിട്ട് ഇട്ടതിന് ശേഷം ഞാൻ അവസാനമേ കറി ലീവ്സ് ഇടാറുള്ളൂ. അപ്പോൾ അതാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. ആക്ച്വലി വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ കറി ലീവ്സ് ഇടുന്നത് കാണാൻ പറ്റില്ല. ആക്ച്വലി ഞാൻ മറന്നുപോയതാണ് കറി ലീവ്സ് ഇടാനായിട്ട്. ആക്ച്വലി ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ അത് ഞാൻ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ് പോയതാണ്. അപ്പം നമ്മൾ ഫുഡൊക്കെ ഏകദേശം സെറ്റ് ആവാറായിട്ടുണ്ട്. അപ്പോൾ അവിടെ ലഞ്ചെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ലഞ്ച് കഴിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ വേറൊരു കാര്യം കാണിക്കാം. ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബിസിനസ്സാണ് ക്യാൻഡിൽസ്. അതായത് നമ്മുടെ ഈ ബർത്ത്ഡേ പാർട്ടീസ്, ഒക്കേഷൻസ് നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ക്യാൻഡിൽസ് ഉണ്ടാക്കി തരും. നമുക്ക് ഏത് ടൈപ്പാണ് വേണ്ടത്, ഇപ്പം കേക്ക്സ് ആണോ ടെഡി ബിയേഴ്സ് ആണോ, അങ്ങനെ ഇഷ്ടമുള്ള നമ്മൾ പറയുന്ന തരത്തിലുള്ള ക്യാൻഡിൽസ് അവർ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് തരും. എന്തെങ്കിലും ഒക്കേഷൻസ് പാർട്ടീസൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യും. നിൽന ഗിഫ്റ്റ് എന്നാണ് അവരുടെ ആ ഒരു പേജിൻ്റെ പേര്. അപ്പം നമുക്കിനി ലഞ്ച് ടൈമായി, നമുക്കിനി ലഞ്ച് കഴിക്കാം. ഇന്നത്തെ എൻ്റെ ലഞ്ചെന്ന് പറയുന്നത് കുറച്ച് ചോറെടുത്തു. കുറച്ച് ചോറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 സ്പൂൺ ചോറെടുത്തു. അതിൻ്റെ കൂടെ അവിയലെടുത്തു, ബീഫ് ഇങ്ങനെ വരട്ടി എന്ന് പറയാൻ പറ്റൂല, വറുത്തത് നമ്മളെടുത്തു. അതേപോലെ പാവയ്ക്ക മെഴുക്കുവരട്ടി, കുറച്ച് പിക്കിൾസ് ഉണ്ടായിരുന്നു, അപ്പോൾ പിക്കിൾസും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. അപ്പോൾ നമുക്ക് പോയി കഴിച്ചിട്ടൊക്കെ വരാമേ.
ഇത് ഞാൻ പിന്നെ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു സംഭവമാണ്. ഇത് ഞാൻ പിന്നെ എൻ്റെ ഈ കയ്യിലൊക്കെ നമ്മൾ ഈ കയ്യിലൊക്കെ ഇടൂലേ, ജസ്റ്റ് വള പോലെ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഫാഷനബിളായിട്ട് ഇടാറില്ലേ, അപ്പോൾ അതേപോലത്തെ സാധനങ്ങൾ ഞാനിങ്ങനെ ജസ്റ്റ് ഉണ്ടാക്കും. എൻ്റെ മിക്കവാറും ഉള്ള എൻ്റെ കയ്യിൽ കിടക്കുന്ന സാധനങ്ങളെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാൻ യൂഷ്വലി ഇതെപ്പോഴും ഇടാറുള്ള ഒരു സംഭവമാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സും അതേപോലെ പല പല കളറുകളായിട്ടുള്ള മുത്തുകൾ വെച്ചിട്ടുള്ള ആ ഒരു സംഭവം ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ റിങ്സൊക്കെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയല്ലേ. നമ്മൾ ഈ പല കളറിലുള്ള ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേക്ക് നമുക്കിത് പെയർ ചെയ്യാൻ ഭയങ്കര കിടിലമായിരിക്കും. അതേപോലെ നമ്മൾ ഈ വാച്ചിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ നല്ലൊരു ചോയ്സാണ് ഇത്. പിന്നെ ഈവനിങ് ആയപ്പോഴത്തേക്കും ഒരു കോഫി ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. കോഫി എത്ര നിർത്തണമെന്ന് പറഞ്ഞിരുന്നാലും ജസ്റ്റ് ഒന്ന് ചാടിപ്പോവും അതിലേക്ക്. എന്നാലും ഞാനിപ്പം മാക്സിമം ഞാൻ ഒഴിവാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം വീക്ക്ലി വൺസൊക്കെ ആയിട്ടുണ്ട് ഞാൻ ഈ കോഫി കുടിക്കുന്നത്. എന്നിരുന്നാലും അങ്ങ് വീണു പോകും. എന്നാലും ഇന്ന് ഈവനിങ് നമ്മൾ കുടിച്ചത് കോഫിയും അതേപോലെ ചിപ്സും ബിസ്ക്കറ്റുമാണ് നമ്മൾ കഴിക്കാനായിട്ടിരിക്കുന്നത്. കോഫി ഭയങ്കരമായിട്ട് ഭയങ്കര അഡിക്ഷൻ പോലെയാണ്. ഈ ചായയെക്കാട്ടിലും എനിക്ക് കുറച്ചും കൂടി അഡിക്ഷൻ ഈ കോഫിയിലാണ്. എന്താണെന്ന് അറിയില്ല. അപ്പോൾ അതൊന്ന് മാറ്റണമെന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല. ആക്ച്വലി എനിക്ക് അപ്പുറത്ത് എൻ്റെ നെയ്ബർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവളുടെ അടുത്തോട്ടൊന്ന് പോയിരുന്നു. അവിടെ കുഞ്ഞൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഒന്ന് കളിപ്പിച്ചൊക്കെ ഇരുന്ന് എന്നിട്ട് തിരിച്ച് വന്ന് അതെനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല. അതൊന്ന് അവരുടെ കൺസേൺ ഇല്ലാതെ നമ്മളത് എടുക്കാനായിട്ട് പാടില്ലല്ലോ. അപ്പം അത് എടുത്തില്ല ഞാൻ. അതാണ് നിങ്ങൾ പെട്ടെന്ന് കോഫി കുടിച്ച് കഴിഞ്ഞാൽ അടുത്തൊരു സ്ക്രീനിൽ വേറൊരു ഡ്രസ്സിട്ട് കണ്ടത്. അത് അപ്പുറത്ത് പോയതിൻ്റെയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഇനി ഒന്ന് ഫ്രഷൊക്കെ ആയി നമുക്കൊന്ന് സെറ്റാവാം. പിന്നെ ഈ ഈവനിങ് നമ്മളൊന്ന് ഫ്രഷായിട്ട് ഞാൻ എന്നും ചെയ്യുന്നതാണ്. കുറച്ചൊന്ന് മണമൊക്കെ നല്ലതായിട്ട് സ്മെല്ലൊക്കെ എടുക്കണം. നല്ല വീടിന് ചുറ്റും നല്ല പോസിറ്റീവ് എനർജി ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ സാമ്പ്രാണിത്തിരി അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ നമ്മളിങ്ങനെ ഊത് പോലത്തെ സാധനങ്ങളൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കിടിലമായിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് വെച്ചിട്ടുള്ള സാമ്പ്രാണിത്തിരിയാണ്. അതെല്ലാം ഒന്ന് സെറ്റാക്കി. പിന്നെ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത് നൂഡിൽസാണ്. അപ്പം നൂഡിൽസ് ഞാൻ ഓർഡർ ചെയ്തിരുന്നു. അപ്പം നൂഡിൽസും കുറച്ച് മഷ്റൂംസൊക്കെ ഓർഡർ ചെയ്തിരുന്നു. അപ്പം അതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. മഷ്റൂംസും നൂഡിൽസും അതേപോലെ എഗ്ഗുമാണ് ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത്. മഷ്റൂംസ് പിന്നെ ജസ്റ്റ് ഒലിവ് ഓയിലിൽ നമ്മൾ മഷ്റൂംസും അതേപോലെ അണിയൻസും ജസ്റ്റ് ഗാർലിക്ക് ജസ്റ്റ് ഒരു ചെറിയ ഗാർലിക്കും ഇട്ട് നമ്മൾ ജസ്റ്റ് സോട്ട് ചെയ്തെടുത്തത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ നൂഡിൽസിൻ്റെ കൂടെ കുറച്ച് ഇതേപോണക്ക് സ്പ്രിങ്കിൾ ചെയ്ത് നമ്മുടെ ഗ്രീൻ ചില്ലി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു കോംബോ ഭയങ്കര ടേസ്റ്റാണ്. ട്രൈ ഇല്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. നമ്മൾ ഈ മസാല കൂട്ടിൽ ആഡ് ചെയ്യുന്നതിനേക്കാട്ടിലും കുറച്ച് വെജിറ്റബിൾസും ഇതേപോലെ പ്രോട്ടീനൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഫാൻറ്റയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫാൻറ്റയും അതേപോലെ എൻ്റെ നൂഡിൽസും എടുത്തുകൊണ്ട് വന്നിങ്ങനെ ഫ്രണ്ടിലിരുന്ന്. ബിഗ് ബോസ് കാണുന്നവരാരെങ്കിലും ഉണ്ടോ? ഞാൻ കാണുന്ന ഒരാളാണ്. എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം കണ്ട് കഴിഞ്ഞു. പിന്നെ ഈവനിങ് നമുക്കൊരു വോക്കിനൊക്കെ പോവാം. നമ്മൾ ഇന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വെളിയിലത്തെ കാഴ്ചയൊക്കെ കണ്ട് കുറച്ച് നേരം ഒന്ന് നടന്ന് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് വരാം. അതും കുറച്ച് ക്രേവിങ്സാണ് കുറച്ച് നാളായിട്ട്. അപ്പോൾ ഇങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഒന്ന് ചില്ലായിട്ടിരിക്കാം. പുറത്തൊക്കെ പോയി ഇപ്പം നല്ല കാലാവസ്ഥയാണ് പുറത്ത്. തണുപ്പായി ഇങ്ങനെ വരുന്നു. അപ്പം നല്ല വെളിയിലൊക്കെ പോയി ഇരിക്കാനായിട്ട് ഭയങ്കര രസമാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഇന്ന് ഇത്രയേ ഉള്ളായിരുന്നു. ജസ്റ്റ് ഒരു കുട്ടിയൊരു വ്ളോഗാണ്.
അപ്പം എൻ്റെ ഇങ്ങനെയായിരുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. ഒന്ന് വലിയ വർക്കൊന്നുമില്ലാത്ത ഇന്ന് ജസ്റ്റ് വീട്ടിലൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ടി വിയൊക്കെ കണ്ടിരുന്ന ഒരു ഡേ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. ബൈ.